ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിപ്പർ ലിമിറ്റഡ് എന്നൊരു കമ്പനിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇത് തികച്ചും ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഷെയർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എങ്ങനെ ആ കമ്പനിയെക്കുറിച്ച് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെറും 4 സ്റ്റെപ്പിൽ ഈ ഒരു കമ്പനി നമ്മൾ വാങ്ങണോ വേണ്ടേ തീരുമാനിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കമ്പനി പൈസ ഉണ്ടാക്കുന്നത്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അതിന് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് സ്ക്രീനർ എന്ന വെബ്സൈറ്റിലേക്കാണ്. സ്ക്രീനറിനകത്ത് അബൌട്ട് സെക്ഷനിൽ കാണാൻ പറ്റും പൈപ്സ് ആൻഡ് ഫിറ്റിങ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റുള്ള കാര്യങ്ങളുമാണ് ഈ കമ്പനി ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി. ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി സ്കിപ്പർ ലിമിറ്റഡ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം പിടിയിട്ടും കമ്പനിയുടെ സൈറ്റ് എങ്ങനത്തെ തരം സൈറ്റിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അതൊക്കെ കാണാൻ നമുക്ക് ഫോട്ടോസ് സഹായിക്കും. അതെല്ലാം ഓപ്ഷണലാണ്, വേണമെങ്കിൽ നോക്കിയാൽ മതി. പിന്നെ ഇതിൽ തന്നെ അടുത്ത് നോക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊരു ഭാഗത്താണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. 2014 മുതലുള്ള എല്ലാ പ്രോഫിറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. 1039, 1310, അതുപോലെ ഇതിങ്ങനെ കൂടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ കൂടുതലുണ്ടായിരുന്നു 2018. അതിനുശേഷം ഇവിടെ ഡൗൺ ആയി, പിന്നെ 1500, 1700, 1900 ഇപ്പോഴും കൂടി വന്നുകൊണ്ടിരിക്കാം. അവസാനം 4787 ആണ് അവസാനിച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഹൈ ആണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലും ഏറ്റവും ഹൈ ആണ്. 4787 കോടിയാണ് ഇവരുടെ സെയിൽസ് പ്രോഫിറ്റ്. അതിനുശേഷം നമ്മൾ EPSും കൂടി വരണം. EPSും നമ്മൾ നോക്കണം, നെറ്റ് പ്രോഫിറ്റും നമ്മൾ നോക്കണം. ഇതെല്ലാം കൂടി വരികയാണെങ്കിൽ നല്ലൊരു സൈനാണ്. EPSിൽ 10.44 കഴിഞ്ഞതിന് ശേഷം 2.76, 3, 1, 2, 2.90, 6.61, 12.93 അങ്ങനെ ഇവിടെ ചെറിയ വേരിയേഷൻ നമുക്ക് കാണാൻ കുറവുള്ളത് EPSിൽ. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് ഫൈനാൻഷ്യൽ ഇയർ 2025 എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ റിപ്പോർട്ട് കിട്ടും. ആനുവൽ റിപ്പോർട്ട് നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ വായിച്ച് നോക്കുക. ഒരു 300-400 പേജുള്ള ഒരു ആനുവൽ റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുക സാധാരണ. അപ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല അതൊന്നും വായിച്ച് ഇരിക്കാൻ. എനിക്ക് മടിയാണ്, ഞാനും വായിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആനുവൽ റിപ്പോർട്ട് നമ്മൾ ChatGPTയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ChatGPTയോട് കുറച്ച് പ്രോംപ്റ്റ് ചോദിക്കും. ഇവിടെ ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷാലിമാർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കറക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രം പിക്ക് ചെയ്ത് ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത് പിക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്തു തരും. അപ്പോൾ അതാണ് കുറച്ച് ഈസി വേ. ChatGPT എല്ലാം വന്നുകൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിരിക്കും നമുക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് കമ്പനിയുടെ കടങ്ങളും പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യങ്ങളുമാണ്. സ്ക്രീനറിനെ പോലെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, ടിക്കർ ബൈ ഫിനോളജി. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. 6000 കോടിയുടെ കമ്പനിയാണ്. ഈ 6000 കോടിയുടെ കമ്പനിക്ക് 700 കോടിയുടെ കടമുണ്ട്. ഓക്കെ, കടം നമുക്ക് കാണാൻ പറ്റി. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 66% ഉണ്ട്. അത് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വിശ്വസ്ത ഇൻവെസ്റ്റേഴ്സാണ്. അവരത്രയും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ കമ്പനിയുടെ ഷെയർസ്. ഇവിടെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. 2024 66.48 ഉള്ളത് ഇപ്പോഴും അവരത്രയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് കമ്പനിയെ വിശ്വാസമാണ്, അവർ വിറ്റിട്ടില്ല. പബ്ലിക്കിൻ്റെ കയ്യിൽ 27% ഷെയറും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5.42, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 0.25% മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫണ്ട് ഡേറ്റ എന്നൊരു പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിനകത്ത് കമ്പനിയിലെ ഫൈനാൻഷ്യൽസ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു സമ്മറി തരും. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഗ്രീൻ കളറിലെല്ലാം കാണുന്നത് കമ്പനി പോസിറ്റീവ് സൈനാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എഫിഷ്യൻസിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ റെഡ് ആയിരിക്കും കാണുന്നത്. ഈ വെബ്സൈറ്റിൽ അത്രയേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂ ആണ് നമുക്ക് കമ്പനിയുടെ ചാർട്ട് കാണുന്നത്. സ്കിപ്പർ ലിമിറ്റഡിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് നമുക്ക് എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്ന് മനസ്സിലാക്കുന്നത്. എത്ര നല്ല കമ്പനിയാണെങ്കിലും എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്ന് നമുക്കറിയില്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കാര്യമില്ല. അതിന് ഞാനിവിടെ കുറച്ച് ലൈനുകൾ വരച്ച് നോക്കുകയാണ്. ഈ ഒരു ചാർട്ട് മൂവ് ആവുന്നത് നമുക്ക് കാണാം. ഏകദേശം നമുക്ക് അറിയാൻ കഴിയും. ഒരു ലൈനിൻ്റെ അകത്തുകൂടെ ആയിരിക്കും ഈ പ്രൈസ് മൂവ് ആവുന്നത്. അത് നമുക്ക് ചെരിച്ചും മറിച്ചെല്ലാം നോക്കി നമുക്ക് കാണാൻ പറ്റണം. ഇപ്പോൾ ഈ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ അകത്തു കൂടിയാണ് ഈ പ്രൈസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് നമ്മളിത് വാങ്ങിയിരുന്നെങ്കിൽ ഇത് ഇവിടെ നിന്ന് നമുക്ക് സെല് ചെയ്യാൻ പറ്റിയിരുന്നു. ഏകദേശം 29% പ്രോഫിറ്റും എത്ര ദിവസം കൊണ്ടാണ്, 42 ദിവസം കൊണ്ട്, ഏകദേശം ഒരു മാസം കൊണ്ട് ഇത് മേലെ ടച്ചായി. ഒരു മാസം കൊണ്ട് 27% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രോഫിറ്റാണ്. ഒരു വർഷത്തിലൊക്കെയാണ് FD എല്ലാം
7%, 6% ഒക്കെ തരുന്നത്. ആ സ്ഥാനത്താണ് ഒരു മാസത്തിൽ 27% പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വലിയ കമ്പനികളെല്ലാം തൊട്ടടുത്ത മാസങ്ങളിലായിരിക്കും ഇത് മുകളിലോട്ട് താഴത്തേക്കും പോകുന്നത്. ചെറിയ കമ്പനികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. പതുക്കെ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും മൂവ് ആവുക. പക്ഷെ മൂവ് ആയി കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റും കിട്ടും. ഇത് നമുക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല. ഇത് ഏകദേശം ഇവിടെ ഈ ലൈനിൽ ടച്ച് ആയതിനു ശേഷം നമുക്കിത് ഇവിടുന്ന് ബൈ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരെ 32% നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്കിത് വിൽക്കാൻ പറ്റും. അത് വലിയൊരു പ്രോഫിറ്റ് അല്ല. ഒരു 2 വർഷം 3 വർഷമൊന്നും വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ നമുക്ക് ഇത് വിൽക്കാൻ പറ്റും. ഈ ഒരു ചാർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പെട്ടെന്ന് താഴുകയും പൊങ്ങുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഹൈ വോളറ്റൈലുള്ള ഇങ്ങനെ കമ്പനികൾ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും അതിലൊരു കണ്ണുണ്ടായിരിക്കണം. എപ്പോഴും ഇത് മുകളിലോട്ട് പോകാമെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു കമ്പനി വാങ്ങുന്നതും സെല്ല് ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ട് മാത്രം ഈ ഒരു കമ്പനി ബൈ ചെയ്യുക. ഞാൻ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് മാത്രം വാങ്ങിക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയെ പറ്റി വേറൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ പേര് താഴെ മെൻഷൻ ചെയ്യുക. ഞാൻ ചെയ്യുന്നതായിരിക്കും.